ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കണങ്കാവൽ സിനിമ ഞാൻ OTT വെച്ച് കണ്ടു. നല്ലൊരു സിനിമയാണ്. ചെറിയ പിള്ളേർക്ക് കാണാൻ പറ്റിയൊന്നുമില്ല. 18 വയസ്സിനെ ഇപ്പോൾ കാണുന്നതാണ് നല്ലത്. കാരണം കൊലപാതകങ്ങൾ കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്, കണ്ടാൽ പേടിയോ. ഇതിൽ മൊത്തം എന്താ പറയുക, മമ്മൂട്ടിയാണ് ഇതിൻ്റെ അകത്ത് വില്ലൻ, നായകൻ വിനായകൻ. അതിൽ മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കുറേ നെഗറ്റീവ് ഉണ്ട്. ഈ സ്മോക്കിങ്ങിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യണം, അതൊന്നും ശരിയല്ല. ഈ സിഗരറ്റ് വെച്ചാൽ ക്യാൻസർ ഉണ്ടാവും. സിനിമക്കാർ എത്ര പൊക്കിടിച്ചിട്ടും കാര്യമില്ല. സിഗരറ്റ് വെച്ചാൽ സാധനം ക്യാൻസർ ചാവുള്ളൂ. പിന്നെ അടുത്ത സാധനം, ഇത് തിന്നണ സീനൊക്കെ ഉണ്ട്. സിഗരറ്റ് ശരിക്കും തിന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ അകത്തെ സാധനം അങ്ങനത്തെ ഒരു ഇതാണ്, പുകയില കുത്തി വെച്ചാണെന്ന് തോന്നുന്നു. ഈ എന്തോ സാധനം കഴിച്ചാൽ ശരിയാവില്ല ഒരിക്കലും. അതാണ് സിഗരറ്റിൻ്റെ നെഗറ്റീവുള്ളത്. അപ്പോൾ ഒരിക്കലും ഇത് സിനിമ കണ്ടിട്ട് സിഗരറ്റ് തിന്നാൻ നിൽക്കരുത്. തിന്നാൽ തന്നെ അപ്പം തന്നെ ഛർദ്ദിക്കും മിക്കവാറും. അമ്മാരിയായിരിക്കും ഇത്. പിന്നെ ഈ മമ്മൂട്ടീൻ്റെ അകത്തൊരു പുക വട്ടത്തിടുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒറിജിനലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ പാട്ടുകൾ, കണങ്കാവുന്ന പാട്ടല്ല, നിലാക്കായൽ വെളിച്ചം എന്നുള്ള പാട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല. ഇതിൽ മമ്മൂട്ടി കുറേ പേരുകൾ തട്ടും പെൺപിള്ളേരെ. അത് കണ്ടുപിടിക്കാനാണ് വിനായകൻ. ഏറ്റവും വലിയ കോടി മമ്മൂട്ടിയും പോലീസ്, വിനായകനും പോലീസ്. അതാണ് ഈ ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വില്ലനും പോലീസ്, നായകനും പോലീസ്. വിനായകൻ പോരാ, മമ്മൂട്ടിക്ക് അത്ര കണ്ടോര വില്ലനൊന്നാവാൻ പറ്റിയിട്ട് തൊഴിൽമാര് വെറുതെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര നാട് നായകട്ട് അഭിനയിച്ചാൽ പെട്ടെന്ന് വില്ലനായി കാണുമ്പോൾ വിഷമം. മമ്മൂട്ടി തല്ലതൊക്കെ കാണുമ്പോൾ ശരിക്കും വിനായകൻ വില്ലനും മമ്മൂട്ടി നായകനെങ്കിൽ പൊളിച്ച സിനിമ ഒന്നുകൂടി. വിനായകൻ നായകനായിട്ട് അഭിനയിക്കാനൊന്നും പറ്റൊന്നുമില്ല, പ്രത്യേകിച്ച് മമ്മൂട്ടി വില്ലനായിട്ട് വരുമ്പോഴേ. ഇതൊരുമാതിരി മറ്റേ സ്പൈഡർമാൻ്റെ സിനിമയുടെ വരെ പോയി. സ്പൈഡർമാൻ 2 ഇലക്ട്രോ വില്ലനായിട്ട് വന്നപ്പോൾ സിനിമ പൊട്ടി. കാരണം നായകനൊക്കെ നന്നായിട്ട് വില്ലൻ അഭിനയിച്ചു. അതാണ് ഇതിലും പറ്റിയേക്കാൻ ശരിക്കും. പിന്നെ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ രസമില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂട്ടി വില്ലനായത് കുറേ പ്രാവശ്യമൊക്കെ വില്ലനായ പിന്നെ ഇത് എല്ലാത്തവണ വില്ലനായ കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇതും സിനിമ കണ്ടിരിക്കാം, ഇങ്ങനെ സമയം പോകണമെന്നറിയില്ല. പിന്നെ 2 സ്റ്റേറ്റിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് കേരളത്തിലും ഒന്ന് നാഗർകോവിലും. ആദ്യം കുറേ പേര് മമ്മൂട്ടി കഴുത്തിരിച്ചു കൊല്ലും. ബോറടിച്ച് പിടിക്കാതെ മമ്മൂട്ടി ഓടിച്ചിട്ട് പിടിക്കുന്ന സീനായി. മമ്മൂട്ടി അറസ്റ്റ് ചെയ്യുന്നുള്ള സീൻ. അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു വയ്ക്കും. അപ്പം നമ്മുടെ സ്റ്റൈല് പറ്റും. പിന്നെ സൈനൈഡ് ആക്കും. ഈ സൈനൈഡും കഴുത്തിരിച്ചിലും കൂടി സൈനൈഡ് ഏകദേശം പിടിക്കുന്ന സീനാകുമ്പോഴാണ് ഡോക്ടറെ വിളിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഡോക്ടർ എലിവേഷൻ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ എലിവേഷൻ കൊടുത്തു വന്നു തുടങ്ങും. ഇതൊക്കെ നടക്കണതാണെന്ന് വെച്ചാൽ എനിക്കൊന്നും കണ്ടിരിക്കാവുന്നൊരു പടം. ചെറിയ പിള്ളേർ കാണിക്കുന്നത് ഒരു വലിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ചത് കുറച്ചും കൂടി ഓടിയാണ് OTT. പിന്നെ നടിമാർ തന്നെ കുറേ പേരിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സീരിയൽ നടി ഉൾപ്പെടെ കുറേ പേരുണ്ടായി. ഇപ്പോൾ ഒരു സിനിമ നടിയും തോന്നുന്നുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ട് അകത്ത്. പിന്നെ മാളവിക സി മേനോനുണ്ട് സിനിമയിൽ. ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നല്ല പടമാണ്, പക്ഷെ ചെറിയ പിള്ളേരെ കാണിക്കരുത്. പിന്നെ ഇതിൽ കാണിക്കണ പോലെ സിഗരറ്റൊന്നും തിന്നരുത്, കൊള്ളൂല സാധനം. ഒന്നാമത്തെ കേസ്, സിഗരറ്റ് വരി ഉണ്ടെങ്കിൽ തന്നെ നിർത്തിക്കോ. കാരണം അത് ആരോഗ്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സാധനമാണ് ഈ സിഗരറ്റ് വലി. ഉമ്മാര് പല വന്നും കണ്ട് വിശ്വസിക്കരുത്. സിഗരറ്റ് വെച്ച് കഴിഞ്ഞാൽ ലങ് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മമ്മൂട്ടി സിഗരറ്റിനിടെ കാണിക്കേണ്ടത് ഒറിജിനലാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാനത് കണ്ടത് സിഗരറ്റ് ഒരിക്കൊന്നുമില്ല. ആ ഒരു നെഗറ്റീവ് സിനിമ ഉടുക്കത്തെ സിഗരറ്റ് വലി. വിനായകനെ സിഗരറ്റ് വലിക്കുന്നുണ്ട്, മമ്മൂട്ടിയും വലിക്കുന്നുണ്ട്. വേറെ അങ്ങനെ പറയത്തക്ക നെഗറ്റീവ് ഒന്നുമില്ല. മെയിനായിട്ട് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പിന്നെ അന്നൊന്ന് 2014 കഥയാണെങ്കിൽ ഫോൺ വലിയ സ്മാർട്ട് ഫോണൊന്നുമല്ലാതെ തന്നെ കേസുകളിലേക്ക് എത്തി സമയം കൊടുത്ത്. അതാണ് കേസ്. അപ്പം ഇത്രേ ഉള്ളൂ. ഓക്കെ.